അമ്പിളിത്തെല്ലണിയുന്ന തമ്പുരാൻ്റെ മകനൊറ്റ കൊമ്പനുണ്ണി തമ്പുരാനെ കുമ്പിടുന്നേൻ ഞാൻ തതൈ തൈ ഇമ്പമൻപോടുയർത്തേണം കമ്പമെല്ലാം ഒഴിച്ചെൻ്റെ മുമ്പിൽ വന്നു വിളങ്ങേണം കവിത്വം ചൊൽവാൻ തതൈ തൈ ഉള്ള ആ പാട്ടങ്ങനെ പാടി. പിന്നെ ശിഷ്ടനായ നാരായണ ഏത് വഞ്ചിപ്പാട്ടും ഇനിയിപ്പോൾ അത്ര വലുത് അറിയില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് പാടിക്കഴിഞ്ഞാൽ ആദ്യം ഇപ്പോൾ കളിക്കൊക്കെ എടുക്കുമ്പോൾ ആദ്യ ഭാഗം കുറച്ചേ പാടാറുള്ളൂ, മുഴുവൻ അറിയില്ലെങ്കിൽ അത്രയും പാടിയാൽ മതി. അത് കഴിഞ്ഞാൽ നമുക്കറിയുന്ന ഏത് വഞ്ചിപ്പാട്ടും പാടി കളിക്കാം. അത് നടന്ന് ഇങ്ങനെ ഓരോ കൊട്ടി ഇങ്ങനെ നടന്ന് വരികയാണ്. പതുക്കെ പതുക്കെ നടന്ന് ആ ഒരുക്കി വെച്ച സ്ഥലത്തേക്ക് എത്തും. പൂച്ചൂടൽ ചടങ്ങ്. അതെ, ആ എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും ആ താലവും പിടിച്ച് അവിടെ പ്രദക്ഷിണം വയ്ക്കും. ഒരു 3 പ്രദക്ഷിണം വയ്ക്കാം. പ്രദക്ഷിണം വെച്ച് താലമൊക്കെ അവിടെ ഭംഗിയാക്കി വെച്ച് പിന്നെ ഈ എട്ടങ്ങാടി പോലെയല്ല, എല്ലാവരും പാതിരാപ്പൂ ചൂടണം. ചടങ്ങ് ഉണ്ട്. അതായത് ഇപ്പം നമ്മൾ ഒരുക്കി വെച്ചിട്ടുള്ള അടുക്ക്, ദശപുഷ്പം, പിന്നെ നമ്മൾ പറിച്ചു കൊണ്ടുവന്ന എന്നുള്ള സങ്കല്പത്തിൽ പൂ കൊണ്ടുവന്നല്ലോ, അതും അവിടെ ഒരു നാക്കിലയിലായിട്ടാണ് വെക്കേണ്ടത്. അതും അവിടെ വെക്കുക. പിന്നെ അവിടെ കിണ്ടി വേണം.